ഇതൊരു തെർമോക്കോളിന്റെ കണ്ടെയ്നർ ആണ്. ഇതിനകത്താണ് ഞാൻ എന്റെ പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു തെർമോക്കോളിന്റെ ബോക്സ് ഞാൻ എങ്ങനെയാണ് പോട്ടി മിക്സ് നിറച്ചിട്ട് റെഡിയാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് ഈ പ്ലാന്ററിന് നമുക്ക് ഡ്രെയിനേജ് ഹോൾ ഇടണം. വളരെ സിമ്പിൾ ആണ്. നമ്മളൊരു കത്തി എടുക്കുക, എത്ര ഡ്രെയിനേജ് ഹോൾ വേണോ അത്രയും ഡ്രെയിനേജ് ഹോൾ നമുക്ക് കൊടുക്കാം. വളരെ ഈസി ആയിരുന്നു, ഇത് വലിയ ഹാർഡായിട്ടുള്ള കാര്യമല്ല കേട്ടോ. നമ്മളപ്പോ ഈ ഡ്രെയിനേജ് ഹോളിന്റെ മുകളിൽ ഒരു നെറ്റ് പോലെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അതാകുമ്പോ നമ്മൾ ഇടുന്ന പെബിൾസ് അല്ലെങ്കിൽ കല്ല് പുറത്തു പോവില്ല. നമ്മൾ ഇത് ഇടുന്ന എന്താന്ന് വെച്ചാല് അഥവാ മണ്ണും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഈ ഡ്രെയിനേജ് ഹോൾ അടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആദ്യം. നമുക്കിപ്പോ ഇതുപോലത്തെ പോട്ടി മിക്സ് ഒക്കെ വാങ്ങാൻ കിട്ടും കടയിൽ നിന്ന്. ഇതിനൊരു 15 ദിർഹം 16-20 റേഞ്ചിലൊക്കെ നമുക്ക് പല കോമ്പൗണ്ട്സ് ഉള്ള ഓർഗാനിക് പോട്ടി മിക്സ് അവൈലബിൾ ആട്ടോ. ഞാൻ പോട്ടി മിക്സ് വാങ്ങിയതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാല് നമ്മള് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സാൻഡ് മാത്രം ഉപയോഗിച്ചിട്ട് പച്ചക്കറി നടാൻ വിചാരിച്ചു കഴിഞ്ഞാൽ വിചാരിക്കുന്ന അത്ര ഈൽഡ് കിട്ടണമെന്നില്ല. അതിലാവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് പോട്ടി മിക്സ് വാങ്ങിച്ചിട്ടുള്ളത്. ഇനി പോട്ടി മിക്സ് മാത്രം ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്യാൻ വിചാരിച്ചു കഴിഞ്ഞാല് അത് നമുക്ക് ഫൈനാൻഷ്യലി എന്താ പറയാ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കുറെ പോട്ടി മിക്സ് വാങ്ങണ്ടേ. അതുകൊണ്ട് ഞാൻ തന്നെ എന്താ പറയാ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പോട്ടി മിക്സ് ആണ് ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ കരിയിലയും ഈ പോട്ടി മിക്സും സാൻഡും ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇന്ന് എന്റെ ഈ ബോക്സ് നിറയ്ക്കാൻ പോകുന്നത്. അപ്പൊ അത് കണ്ടാലോ. ഡ്രെയിനേജ് ഹോള് റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന്റെ ഒരു പകുതിയോളം കരിയിലാണ് നിറയ്ക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ഇതില് മണലും അതുപോലത്തെ നമ്മളെ പോട്ടി മിക്സും കൂടിയാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്ന് ഞാൻ ഇതിൽ പ്ലാൻ ചെയ്യാൻ പോകുന്നത് കൊറിയാണ്ടർ ആണ്, മല്ലി.